Hello everyone, welcome to Disha Academy. അങ്ങനെ SSC എക്സാമിനേഷൻ എഴുതുന്ന നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രധാന അപ്ഡേറ്റ് ആണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. SSC എന്ന് പറയുന്ന സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ ഇപ്പോഴത്തെ എക്സാം കണ്ടക്ട് ചെയ്യാൻ പോകുന്ന ബോഡിക്ക് ചേഞ്ച് ഉണ്ടായിട്ടുണ്ട്. അതായത് വെൻഡർ ചേഞ്ച് സംഭവിച്ചു കൊണ്ടിട്ടുള്ള ഒരു നോട്ടീസ് ആൻഡ് പ്ലസ് അവരുടെ ഒരു മോക്ക് ടെസ്റ്റ് ആണ് ഇപ്പോൾ അവർ എന്ത് ചെയ്തിരിക്കുന്നത്, അനൗൺസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് നാളായിട്ട്, അതായത് 2024 തൊട്ടേ വെൻഡർ ചേഞ്ച് ഇപ്പൊ നടക്കും എന്ന് പറഞ്ഞ് ഫൈനലി 2025 ആയപ്പോഴേക്കും എന്തായി, TCS എന്ന് പറയുന്ന കണ്ടക്ടിങ് ബോഡി മാറിയിട്ട് ഇപ്പൊ എഡ്യൂക്വിറ്റി എന്ന് പറയുന്ന ഒരു കണ്ടക്ടിങ് ബോർഡാണ് ഇപ്പൊ എന്ത് ചെയ്യാൻ പോകുന്നത്, എക്സാംസ് ഇനി കണ്ടക്ട് ചെയ്യാൻ പോകുന്നത് എന്നുള്ള ഒരു കാര്യം എന്ത് ചെയ്യുക, ആദ്യം തന്നെ മനസ്സിലാക്കിക്കോളാം. അപ്പൊ അതിന്റെ ഒരു മോക്ക് ടെസ്റ്റ് എങ്ങനെയാണ്, അതിന്റെ ആ ഒരു പാറ്റേൺ വരുന്നത്, എന്തൊക്കെയാണ് ചേഞ്ചസ് എന്ന് കാണിച്ചു കൊണ്ടിട്ടുള്ള ഒരു മോക്ക് ടെസ്റ്റിന്റെ പാറ്റേൺ ആണ് അവരിപ്പോ എന്ത് ചെയ്തിരിക്കുന്നത്, റിലീസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിൽ നമുക്ക് കയറി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം എന്തൊക്കെയാണ് മാറ്റങ്ങൾ എന്ന് നമുക്ക് കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കാം. പിന്നെ എല്ലാ പേർക്കും ടെൻഷൻസ് ഉണ്ടാവും, കാരണം ഇത്രയും നാൾ നമ്മൾ ഫോളോ ചെയ്ത് വന്നത് TCSന്റെ പാറ്റേൺ ആണ്. അപ്പൊ TCSന്റെ പാറ്റേൺ മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി എന്തൊക്കെയാണ് നമുക്ക് ഫേസ് ചെയ്യേണ്ട ചാലഞ്ചസ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കും. പക്ഷെ എക്സാമിന്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ, അതായത് എക്സാം പാറ്റേണിന്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയായിരിക്കും വരുന്നത്. അല്ലാണ്ട് അതിൽ വലിയൊരു ചേഞ്ചസ് ഒന്നും അവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തില്ല. മാത്സ്, റീസണിങ്, ഇംഗ്ലീഷ്, GK എന്നൊക്കെ പറയുന്നത് നമ്മൾ നോർമലി ബേസ് തൊട്ടേ കവർ ചെയ്ത ഒരാളാണെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും ചോദിക്കുന്നത്. കുറച്ച് എന്ത് ചെയ്യും, ക്വസ്റ്റ്യന്റെ കാര്യങ്ങൾക്ക് ചില പാറ്റേൺ വ്യത്യാസങ്ങൾ മാത്രമായിരിക്കും വന്നിട്ടുള്ളത്. എന്തായാലും ഇന്നത്തെ ഈ ഒരു മോക്ക് ടെസ്റ്റ് നമുക്ക് ജസ്റ്റ് ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കാം അല്ലെ, എങ്ങനെയാണ് വരുന്നത് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കാം. ഇപ്പൊ പറഞ്ഞിട്ടുള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർഫേസ് ചേഞ്ചിനെ പറ്റിയിട്ടാണ്. അതായത് നിങ്ങൾ എക്സാം എഴുതാനായിട്ട് എക്സാമിനേഷൻ സെന്ററിൽ പോകുമ്പോൾ അവിടെ തൊട്ട് നിങ്ങൾക്ക് തുടങ്ങുന്ന ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ, എങ്ങനെയാണ് അതിലേക്ക് രജിസ്റ്റർ ചെയ്ത് കയറുന്നത്, അതിന്റെ ആ ഒരു ഇന്റർഫേസിൽ വന്ന ചേഞ്ച് മാത്രമാണ് അവരിപ്പോൾ എന്ത് ചെയ്തിരിക്കുന്നത്, പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഇനി വരും ദിവസങ്ങളിൽ നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ പറ്റും ഇനി മറ്റെന്തൊക്കെ മാറ്റങ്ങളാണ് അവർ ഉണ്ടാക്കിയിട്ടുള്ളത്. എന്നാലും നമുക്ക് എന്ത് ചെയ്യാം, നന്നായിട്ട് പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഇത് വലിയൊരു കാര്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്, എടുക്കരുത് എന്ന് തന്നെ മനസ്സിലാക്കിക്കോളുക. അപ്പൊ എന്തായാലും ചേഞ്ചസ് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ ഇതൊരു ഇങ്ങനെ ഒരു ഇപ്പൊ എന്ത് കിട്ടിയിട്ടുണ്ട്, ലിങ്ക് അവൈലബിൾ ആണ്. ഈ ലിങ്ക് ഞാൻ എന്ത് ചെയ്യാം, നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അതിൽ കയറി ഒന്ന് നിങ്ങൾ വേണമെങ്കിൽ എന്ത് ചെയ്യാം, ചെന്നൊന്ന് കണ്ടു നോക്കാം കേട്ടോ എന്തൊക്കെയാണ് വരുന്നതെന്ന്. ഇപ്പൊ എന്തായാലും പോസ്റ്റ് വരാം, SSC ഓൺലൈൻ മോക്ക് ടെസ്റ്റ് എന്ന് പറഞ്ഞാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പൊ അതിൽ സെലക്ട് പോസ്റ്റ് കൊടുക്കുമ്പോൾ SSC മോക്ക് ടെസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക, ലോഗിൻ ചെയ്യുക. ഓക്കെ, നോർമലി നിങ്ങൾ എക്സാം സെന്ററിൽ പോകുന്നതിന് ശേഷമുള്ള കാര്യങ്ങളാണ് ഈ ഒരു മോക്ക് ടെസ്റ്റ് വഴി നിങ്ങൾ അറിയാൻ പോകുന്നത്. എന്താണ് അവിടെ വരുന്ന ഒരു ചേഞ്ച് എന്നുള്ള ഒരു കാര്യമാണ്. കുറച്ച് ഹാങ് ആയിരിക്കും, കാരണം എന്താണ്, സൈറ്റ് ഇപ്പൊ കുറച്ച് ബിസിയാണ്. അതുകൊണ്ടാണ് ഞാനിപ്പോ തന്നെ പറയുന്നത് കേട്ടോ. നമുക്ക് ഒന്ന് ചെക്ക് ചെയ്യാം, വെയിറ്റ് ചെയ്യാം. പിന്നെ ഇപ്പൊ വരാൻ പോകുന്ന ഒരു ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ രജിസ്ട്രേഷൻ ഫോട്ടോ ഉണ്ടല്ലോ, അതായത് നിങ്ങൾ ഓൾറെഡി അപ്ലൈ ചെയ്ത സമയത്തുള്ള രജിസ്റ്റർ ഫോട്ടോ ഇവിടെ കാണും. അത് കഴിഞ്ഞ് ഒരു ക്യാപ്ചേർഡ് ഫോട്ടോ, അങ്ങനെ 2 ഫോട്ടോസ് ഇവിടെ കാണുന്ന കണ്ടോ, വെൽക്കം ടു SSC ഓൺലൈൻ ടെസ്റ്റ് എന്ന് പറഞ്ഞ് നിങ്ങളുടെ എന്താണ് സിസ്റ്റം നമ്പർ ഒക്കെ കാണിച്ചു കൊണ്ടിട്ടുള്ളത്. നിങ്ങൾക്കറിയാലോ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ആണ്. അപ്പൊ അതിൽ എന്ത് ചെയ്യും, സിസ്റ്റം നമ്പർ കാണിക്കും. എന്നിട്ട് നിങ്ങൾ അപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള, അതായത് ഈ ഒരു SSC CGL അല്ലെങ്കിൽ SSC CHSL പോലുള്ള എക്സാംസുകൾക്ക് വേണ്ടി എഴുതുന്നവരാണെങ്കിൽ ആ എക്സാമിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്ത ഫോട്ടോയിൽ നിങ്ങൾ അപ്പോൾ ചെല്ലുമ്പോൾ അവിടെ ഒരു ബയോമെട്രിക് വെരിഫിക്കേഷൻ നടക്കാറില്ലേ, നിങ്ങൾ കണ്ടിട്ടുള്ളതാണല്ലോ, നിങ്ങൾ അറ്റൻഡ് ചെയ്തവരാണെങ്കിൽ അറിയാം. ആ ഫോട്ടോയും കൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഈ സ്ക്രീനിൽ കാണാൻ പറ്റും, നിങ്ങളുടെ കമ്പ്യൂട്ടർ സ്ക്രീനിൽ കാണാനായിട്ട് പറ്റും. അത് കഴിഞ്ഞത് ഇവിടെ കണ്ടോ, നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ, റോൾ നമ്പർ, നെയിം ഉണ്ടായിരിക്കും, പോസ്റ്റ് അല്ലെങ്കിൽ സബ്ജക്ട് എന്തിനു വേണ്ടിയിട്ടുള്ള എന്നൊക്കെ ഉള്ള ഒരു കാര്യം കൃത്യമായിട്ട് അവർ എന്ത് ചെയ്തിരിക്കും ആദ്യത്തെ പേജിൽ തന്നെ. ഇതൊന്നും നമുക്ക് മുന്നേ ഇല്ലായിരുന്നല്ലോ, ഇങ്ങനെ ഇത്രയും ഡീറ്റെയിലിംഗിലായിട്ട് ഇല്ലായിരുന്നു. അപ്പൊ ഇപ്പൊ എഡ്യൂക്വിറ്റി എന്ന് പറയുന്ന ആൾക്കാരാണ് എന്ത് ചെയ്യുന്നത്, എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. അപ്പൊ അവരുടെ ആ ഒരു വ്യത്യാസമാണ് കാണിക്കുന്നത്. നമ്മൾ ലോഗിൻ കൊടുക്കുകയാണ് കേട്ടോ, നമ്മൾ ലോഗിൻ ചെയ്ത് കയറുകയാണ്. ഓക്കെ, കുറച്ച് പ്രോസസ്സിൽ കുറച്ച് എന്ത് ചെയ്യും, ഒരു ലാഗ് ഉണ്ടായിരിക്കും, കാരണം എല്ലാവരും ഇപ്പൊ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, വെബ്സൈറ്റിൽ കയറി നോക്കുന്നുണ്ടായിരിക്കും, അതുകൊണ്ടാണ് കേട്ടോ. ഇനി അടുത്തത് ഇവിടെ നിങ്ങളുടെ നോർമലി പറയുകയാണെങ്കിൽ നിങ്ങളുടെ റോൾ നമ്പർ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുമായിരിക്കും. നിങ്ങൾക്ക് രജിസ്റ്റർ, നിങ്ങളുടെ പാസ്വേഡ് എന്ന് പറയുന്നത് നിങ്ങളുടെ നോർമലി നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആയിരിക്കും വരുന്നത്. ഇല്ല വേറെ പാസ്വേഡ് ആണെങ്കിൽ അത് നിങ്ങൾക്ക് അപ്പോഴും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ മനസ്സിലാവും. ഇപ്പൊ എന്തായാലും ഈ ഒരു ടെസ്റ്റ്, ഇതൊരു മോക്ക് ടെസ്റ്റ് ആയതുകൊണ്ട് അവരിവിടെ പാസ്വേഡ് എടുത്ത് കൊടുത്തിട്ടുണ്ട്. എന്താണ്, ക്യാപിറ്റൽ ലെറ്റർ ABC1 എന്നുള്ളതാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ, 1 എന്നുള്ളതാണ്. ഓക്കെ, ക്യാപിറ്റൽ ലെറ്റർ ABC1 എന്നുള്ളതാണ് കൊടുത്തിട്ടുള്ളത് അല്ലേ. കുറച്ച് ലാഗ് ഉണ്ടായിരിക്കും, എന്തായാലും നമുക്ക് നോക്കാം. ഓക്കെ ഓക്കെ, ഒന്നേന്ന് കൊടുക്കാം, ABC1. ഓക്കെ, ലോഗിൻ ചെയ്ത് നോക്കാം.
ഓക്കെ, നിങ്ങൾക്ക് നോർമലി നിങ്ങളുടെ എക്സാം പാറ്റേണിൽ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പാസ്വേഡ് വരുന്നത് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആയിരിക്കും. അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഈ ഒരു കീബോർഡ് തന്നിരിക്കും, നിങ്ങളുടെ സ്ക്രീനിൽ തന്നെ കീബോർഡ് തന്നിരിക്കും. നിങ്ങൾക്ക് അതുകൊണ്ട് അവിടെ എന്ത് വരുന്നില്ല, നിങ്ങളുടെ ലാപ്പിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സിസ്റ്റം തന്നിട്ടുള്ള കീബോർഡിലല്ല ചെയ്യേണ്ടത്, നിങ്ങൾക്ക് മൗസ് ഉപയോഗിച്ച് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓൺ സ്ക്രീനിൽ തന്നെ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് കാണിക്കാവുന്നതാണ് കേട്ടോ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ടുള്ള എന്താണ്, ഇഫ് യുവർ നെയിം ആൻഡ് ഫോട്ടോഗ്രാഫ് ഡു നോട്ട് മാച്ച് പ്ലീസ് കോൺടാക്ട് ദ അഡ്മിനിസ്ട്രേറ്റർ എന്നുള്ള ക്ലിയർ കട്ട് ഐഡിയ തന്നിരിക്കുകയാണ്. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു ഫോട്ടോയിൽ കാണുന്ന ആളല്ല നിങ്ങളുടെ എന്ന് വെച്ചാൽ നിങ്ങളുടെ സിസ്റ്റം തന്നെ അല്ല എന്ന് മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ അവിടുത്തെ ആൾക്കാർ എന്ത് ചെയ്യാം, ഇൻഫോം ചെയ്യാനായിട്ടാണ് പറയുന്നത്. അപ്പൊ ആ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. റോൾ നമ്പർ, നെയിം, ടെസ്റ്റിന്റെ ഡേറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവിടെ അവർ എന്ത് ചെയ്യാണ്. ഇതെന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ പ്രോസസ് ആഡ് ചെയ്തിരിക്കുന്നു. അതായത് ഫസ്റ്റ് ഒരു വെരിഫിക്കേഷൻ ഉണ്ടല്ലോ, അത് കൃത്യമായിട്ട് അവർ ചെയ്തു വരുന്നു എന്ന് കാണിക്കാനുള്ള ഒരു സംഭവമാണ് ഇവിടെ ഇട്ടിരിക്കുന്നത് കേട്ടോ. അത് മാത്രം മനസ്സിലാക്കിയത്. നോർമലി TCS നടത്തിക്കൊണ്ടിരുന്നപ്പോൾ ഇത്രയും സ്റ്റെപ്പുകളൊന്നും വരുന്നില്ല. ഇപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്, ഇത്ര സ്റ്റെപ്സ് വരുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് അറിയാലോ, സമയമുണ്ട്, ആവശ്യത്തിലധികം സമയമുണ്ട്. എക്സാം തുടങ്ങുന്നതിനും ഒരു അരമണിക്കൂർ മുന്നേയൊക്കെയാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, ഹാളിലേക്ക് കയറ്റുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് സമയമുണ്ട്, സാവകാശമുണ്ട്, നിങ്ങൾക്ക് പതുക്കെ ഇരുന്ന് ചെയ്താൽ മതി കേട്ടോ. അപ്പൊ എന്തായാലും ഈ ഒരു ഷിഫ്റ്റിനെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ആ ഒരു രീതിയിൽ തന്നെ കണ്ടാൽ മതി കേട്ടോ. ആ ഒരു രീതിയിൽ കണ്ടാൽ മതി. ഒരുപാട് ടെൻഷൻ അടിക്കുകയോ അല്ലെങ്കിൽ അതിന് വേണ്ടിയായിട്ട് സ്ട്രെസ് ചെയ്യുകയോ ഒന്നും വേണ്ട. ഇത് ലൈവായിട്ട് എടുക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഇത്രയും സ്ലോ ആവുന്നത്. അതുകൊണ്ടാണ് ഞാൻ കാര്യങ്ങൾ പറയുന്നത്. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ പഠിച്ച ഒരു പാറ്റേണിൽ തന്നെ എന്ത് ചെയ്യുക, പഠിച്ചു പോവുക. അതിലൊന്നും ഒരു മാറ്റവും വരാനായിട്ട് വലുതായിട്ടൊന്നും വരാൻ പോകുന്നില്ല. പിന്നെ നിങ്ങൾ ഈ എന്താണ്, നോർമലി നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിന്റെ മോക്കുകൾ അറ്റൻഡ് ചെയ്യുന്നവരായിരിക്കാം. ഓക്കെ, മോക്കുകളൊക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ഇത്രയും നാൾ പഠിച്ചു വന്നത് ഒരു പാറ്റേൺ ഉണ്ട്. ആ പാറ്റേണിനാണ് ഇപ്പൊ എന്ത് ചെയ്തിരിക്കുന്നത്, എക്സാം എഴുതുന്ന പാറ്റേണിലാണ് ഒരു ചേഞ്ച് വന്നിരിക്കുന്നത്. ആ പാറ്റേൺ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഇപ്പൊ എന്തായാലും ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഹാൻഡ് റൈറ്റിംഗ് പ്രോസസ്സ് നോർമലി നിങ്ങളുടെ സ്ക്രീനിൽ എന്ത് ചെയ്യുമായിരുന്നു, എഴുതി കാണിക്കുമായിരുന്നു. അതായത് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിൽ ഒരു സ്പേസ് ഇങ്ങനെ വിട്ടിട്ടുണ്ടായിരിക്കും. അതിലേക്ക് നിങ്ങൾക്ക് ഫില്ല് ചെയ്യേണ്ട കാര്യമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അത് കൃത്യമായി പറയുന്നുണ്ട്. റൈറ്റ് ദ ഫോളോയിങ് സർട്ടിഫിക്കേഷൻ സ്റ്റേറ്റ്മെന്റ്. ഈ സ്റ്റേറ്റ്മെന്റ് എന്ത് ചെയ്യുക, കൃത്യമായിട്ട് എന്താണോ ഇവിടെ കൊടുത്തിരിക്കുന്നത് അതേ കാര്യം തന്നെ എന്ത് ചെയ്യുക, നിങ്ങളുടെ പേപ്പറിൽ അതായത് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിലും എന്ത് ചെയ്യുക, എഴുതി വെക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. ഇത് മുന്നത്തെ കാര്യത്തിലും ഉണ്ടായിരുന്നു കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് ഐ ഹിയർ ബൈ കൺഫേം ദാറ്റ് ഐ ഹാവ് റിട്ടൺ ദ എബോവ് ടെസ്റ്റ് ഓൺ ദ അഡ്മിറ്റ് കാർഡ് എന്ന് പറഞ്ഞിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, കണ്ടിന്യൂ കൊടുക്കാനായിട്ട് കേട്ടോ. കണ്ടിന്യൂ കൊടുക്കുക. ഇത് നിങ്ങളുടെ ഹാൻഡ് റൈറ്റിംഗ് പ്രോസസ് ആണ്. അതായത് നോർമലി നിങ്ങൾ എത്രത്തോളം നന്നായിട്ട് എഴുതുന്നു എന്ന് കാണിക്കാനോ അങ്ങനെയൊന്നും അല്ല. നിങ്ങൾക്ക് അത്യാവശ്യം വിവരമുണ്ട്. അതായത് ഈ പറയുന്ന പോലെ ഈ ലെറ്റേഴ്സ് ഒക്കെ കൃത്യമായി മനസ്സിലാക്കി അതുപോലെ എന്ത് ചെയ്യുക, പേപ്പറിൽ എഴുതാനുള്ള ആ ഒരു കഴിവ് നിങ്ങൾക്ക് ഉണ്ടെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണ്. നിങ്ങളുടെ ഒരു ഐഡന്റിഫിക്കേഷൻ പോലെയാണ്. അത്രയും കരുതിയാൽ മതി. ഇനി അടുത്ത് നേരെ അവർ എന്ത് ചെയ്യാണ്, നിങ്ങളുടെ ഇൻസ്ട്രക്ഷൻസ് തരെയാണ്. എന്താണ് ക്വസ്റ്റ്യൻ പാറ്റേൺ, എങ്ങനെയാണ് അവിടുത്തെ നെഗറ്റീവ് മാർക്കിംഗ് വരുന്നത്, എത്ര മണിക്കൂറാണ് നിങ്ങളുടെ സമയം, ഇതൊക്കെ കൊടുക്കുന്നുണ്ട്. പാർട്ട് ABCD എന്നൊക്കെ പറഞ്ഞതേ കണ്ടോ. ജനറൽ ഇംഗ്ലീഷ് 30 ക്വസ്റ്റ്യൻസ്, ജനറൽ ഇംഗ്ലീഷ്, കോംപ്രഹെൻഷൻ ഇംഗ്ലീഷ്, ജനറൽ നോളജ്. ഇതിപ്പോ ഈ ഒരു എക്സാം ആയതുകൊണ്ട് അവരിങ്ങനെ കൊടുത്തിരിക്കുന്നതാണ് കേട്ടോ. ഇങ്ങനെ ഈ ഒരു എക്സാം ആയതുകൊണ്ട് ഇങ്ങനെ കൊടുത്തിരിക്കുന്നതാണ്. നോർമലി എല്ലാം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ, ഇതിന്റെ പാറ്റേൺ വരുന്നത്. SSCയുടെ പാറ്റേണിനൊന്നും അതിനൊന്നും ഒരു ചേഞ്ചും ഇല്ല. മാത്സ്, റീസണിങ്, GK, ഇംഗ്ലീഷ് ഇവിടെ അവർ ചുമ്മാ ഒരു ഫില്ലിങ് കൊടുത്തിരിക്കുന്നേ ഉള്ളൂ കേട്ടോ. അതൊന്നും അത്ര ശ്രദ്ധിക്കുകയൊന്നും വേണ്ട നിങ്ങൾ. അത് കഴിഞ്ഞ് എന്ത് ചെയ്യുക, നിങ്ങൾ എല്ലാം വായിച്ചു കഴിഞ്ഞു എന്ന് ഉറപ്പ് വരുത്തിയിട്ട് എന്ത് ചെയ്യുക, ഐ എഗ്രി എന്ന് കൊടുക്കുക. ഐ എഗ്രി എന്ന് കൊടുക്കുക കേട്ടോ. ഇത് നോർമലി നിങ്ങളുടെ അതിനൊന്നും ഒരു ചേഞ്ച് ഇല്ല. നിങ്ങളുടെ നോർമലി എഴുതുന്ന സംഭവങ്ങൾക്കൊന്നും ഒരു ചേഞ്ച് ഇല്ല. അത് ആദ്യം തന്നെ മനസ്സിലാക്കിക്കോളാം. ഓക്കെ, ഇനി ഇവിടെ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഇൻസ്ട്രക്ഷൻസ് ആണ്. നിങ്ങൾ അകത്തേക്ക് പോകുമ്പോൾ ഉള്ള ഇൻസ്ട്രക്ഷൻസിനെ കുറിച്ചിട്ടാണ് പറയുന്നത് കേട്ടോ. ഓക്കെ ഓക്കെ, അപ്പൊ അടുത്ത ഇതും വന്നു. ഇങ്ങനെ നോർമലി ഇങ്ങനെ ഒരു പേജ് ഇല്ലായിരുന്നു. എന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെ ഒരൊറ്റ പേജിൽ ചെയ്യുന്ന സാധനങ്ങൾ അവരെന്ത് ചെയ്യുന്നു, ഓരോ സേവ് നെസ്റ്റ് എന്ന് പറഞ്ഞാൽ അടുത്തടുത്ത പേജിലേക്ക് കാണിച്ചിട്ടൊന്നേ ഉള്ളൂ കേട്ടോ. എന്ന് വെച്ചാൽ ഓരോ ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് മഞ്ഞ കളർ, പച്ച കളർ, ചുവന്ന കളർ, നീല, എന്തിനൊക്കെയാണ് ഡിറ്റർമിൻ ചെയ്യുന്നത് അല്ലെങ്കിൽ എന്തിനെയാണ് പറയുന്നത്. ബ്ലൂ കളർ എന്താണ്, നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്തു, ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്തു എന്നാണ് എന്ത് ചെയ്യുന്നത്, ബ്ലൂ കളർ ഷോ ചെയ്യുന്നത്. ഗ്രീൻ കളർ ബ്ലൂ കളർ ആണെങ്കിൽ നിങ്ങൾ ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല, ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്തിട്ടില്ല. ഗ്രീൻ എന്ന് പറഞ്ഞാൽ പച്ച എപ്പോഴും എന്ത് തന്നെയാണ്, നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്ത് കഴിഞ്ഞു. റെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആൻസർ ചെയ്തിട്ടില്ല ആ ക്വസ്റ്റ്യൻ എന്നുള്ളതാണ്. മഞ്ഞ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടിരിക്കുകയാണ്. അതായത് ഒരു ക്വസ്റ്റ്യനെ ഡൗട്ട് തോന്നി നിങ്ങൾ മഞ്ഞ കത്തിച്ചിട്ടു, പിന്നെ വന്ന് നിങ്ങൾക്ക് ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. ഇതൊക്കെ നിങ്ങൾക്ക് നോർമലി അറിയാവുന്ന പ്രൊസീജിയേഴ്സ് തന്നെയാണ് കേട്ടോ. സേവ് ആൻഡ് നെക്സ്റ്റ്, പ്രീവിയസ്, മാർക്ക് ഫോർ റിവ്യൂ, ഇതൊക്കെ എന്തൊക്കെയാണെന്ന് അവർ ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കുന്നു. കാരണം അവർ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു എക്സാം നടത്തുന്നുണ്ട്. അവരുടെ പാറ്റേൺ അവർ കൃത്യമായിട്ട് അറിയിക്കുന്നതാണ് കേട്ടോ. നമ്മൾ ഇത്ര നാൾ എക്സാം എഴുതിയാലും ഫസ്റ്റ് ആയിട്ട് ഒരു എക്സാം എഴുതാൻ പോകുന്ന ആൾക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള എല്ലാ ഇൻസ്ട്രക്ഷൻസും അവർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെ നോർമലി നമ്മുടെ TCSലാണെങ്കിൽ ഒരൊറ്റ
ഒരൊറ്റ സ്ലൈഡ് ആയിട്ട് അല്ലെങ്കിൽ ഒരൊറ്റ പേജിൽ വരുന്ന സാധനമാണ് ഇപ്പൊ എന്ത് ചെയ്തിരിക്കുന്നത്, ഇത്രയും അഡീഷണൽ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി SSC ഓൺലൈൻ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആണ്. സെലക്ട് പ്രിഫേർഡ് ലാംഗ്വേജ്, നിങ്ങൾക്കുള്ള ലാംഗ്വേജ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇംഗ്ലീഷും ഹിന്ദിയുമാണ് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് അറിയാലോ SSC CGL CHS പോലുള്ള എക്സാംസുകൾക്കൊക്കെ ഇംഗ്ലീഷ് ആണ് മാധ്യമമായിട്ട് വരുന്നത്. അല്ലാതെ നമ്മുടെ MTS ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ മലയാളം കിട്ടുമായിരിക്കും എന്ന് പറയുന്നു. അപ്പൊ എന്തായാലും നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുക, സേഫ് ആയിട്ട് നമുക്ക് ഒരു സെൻട്രൽ ഗവൺമെന്റ് ജോലി കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഇംഗ്ലീഷ് ആണ് കൊടുക്കാറുള്ളത്. കുറച്ചും കൂടെ സേഫ് ആൻഡ് നമുക്ക് കുറച്ചും കൂടെ ഈസി എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാനാണ്. അതുകൊണ്ട് അത് എന്ത് ചെയ്യുക, കണ്ടിന്യൂ കൊടുക്കുക. ഓക്കെ, ഏത് പ്രിഫേർഡ് ലാംഗ്വേജ് വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് കൊടുക്കുക, കണ്ടിന്യൂ കൊടുക്കുക. ഓക്കെ, ഇംഗ്ലീഷ്, ഹിന്ദി നമ്മൾ ആരും ചൂസ് ചെയ്യാറില്ല, ഇംഗ്ലീഷ് തന്നെ കൊടുക്കുക, കണ്ടിന്യൂ ചെയ്യുക. മലയാളം ഉണ്ടെങ്കിൽ മലയാളം ഓപ്റ്റ് ചെയ്യുക, മലയാളം കൊടുക്കുക. ഓക്കെ ഓക്കെ നിങ്ങൾക്ക് ഈ കാണുന്ന ലാഗ് ഒന്നും നിങ്ങളുടെ യഥാർത്ഥ ഒരു കമ്പ്യൂട്ടർ എക്സാമിനേഷൻ സെന്ററിൽ ചെന്നിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവില്ല കേട്ടോ. ഇതിപ്പം ഈ ഒരു സിസ്റ്റത്തിന്റെ പ്രശ്നമാണ്. അല്ലാണ്ട് നിങ്ങൾക്ക് അവിടെ പോയി ഇരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി എല്ലാം കൃത്യമായിട്ട് തന്നെ അവരെന്ത് ചെയ്യും, ചെയ്യുവാണ് കേട്ടോ. അപ്പൊ ഇവിടെ നിങ്ങളുടെ ക്വസ്റ്റ്യൻസിന്റെ പാറ്റേൺ ഒക്കെ കാണിച്ചതിന് ശേഷം സ്റ്റാർട്ട് ടെസ്റ്റ് കൊടുക്കാനായിട്ട് പറയും. സ്റ്റാർട്ട് ടെസ്റ്റ് കൊടുക്കാനായിട്ട് പറയും. ഓക്കെ, സ്റ്റാർട്ട് ടെസ്റ്റ്. അപ്പൊ ഈ ഒരു സമയമൊക്കെ ആവുന്നുണ്ട്, നിങ്ങൾക്ക് കൃത്യമായ സമയത്ത് മാത്രമേ എക്സാം സ്റ്റാർട്ട് ആവുള്ളൂ. അതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. ഇത്ര മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ള ഒരു കാര്യമൊക്കെ നിങ്ങൾക്ക് അറിയാം. ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ സമയം കഴിയുമ്പോഴേക്കും, സമയം എൻഡ് ചെയ്യുമ്പോഴേക്കും ഓട്ടോമാറ്റിക്കലി അതെന്ത് ചെയ്യും, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാതെ അത് ഓൾറെഡി സേവ് ആയിക്കോളും. ഓക്കെ, അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിക്കോണം. ഇതൊന്നും നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല, എല്ലാം കമ്പ്യൂട്ടറിൽ ഓൾറെഡി അപ്ഡേറ്റഡ് ആണ്. നമ്മൾ സ്റ്റാർട്ട് ടെസ്റ്റ് കൊടുത്താൽ എന്ത് ചെയ്യും, എക്സാം സ്റ്റാർട്ട് ആവും എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. ഇനിയാണ് നമ്മൾ ഇതിന്റെ യഥാർത്ഥ ഇന്റർഫേസ് കണക്കാക്കാൻ പോകുന്നത്. നമ്മൾ ഇത്രയും നാളും എന്താണോ പഠിച്ചുകൊണ്ടിരുന്നത് അതിൽ നിന്ന് മാറി എന്താണ് വരുന്നത് എന്നുള്ളൊരു കാര്യം നമുക്കൊന്ന് എന്ത് ചെയ്യാം, ശ്രദ്ധിച്ചു നോക്കാം. ഓക്കെ, അപ്പൊ എക്സാം സ്റ്റാർട്ട് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഇവിടെ ടൈം ലെഫ്റ്റ് കാണിക്കും. ഇപ്പൊ 15 മിനിറ്റിന്റെ ടൈം ആണ് അവർ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ടൈം ഓടി തുടങ്ങി. എത്ര മിനിറ്റ് ആണ് കണ്ടോ, ടോട്ടൽ ക്വസ്റ്റ്യൻ ആൻസർഡ് ലാസ്റ്റ് 15 മിനിറ്റ്സ് ആണ് നിങ്ങളിപ്പോ നിൽക്കുന്നത്. അപ്പൊ 15 മിനിറ്റ് തൊട്ടുള്ള സമയം നിങ്ങൾക്ക് കാണിക്കും. ഇനി കാണിക്കുന്നത് ഇവിടെ എന്താണ്, കണ്ടോ, നോർമലി എവിടെയായിരുന്നു ഈ സാധനം, പാർട്ടിന്റെ കാര്യം, നിങ്ങളുടെ ക്വസ്റ്റ്യൻ എത്ര അറ്റൻഡ് ചെയ്തെന്ന്. നോർമലി എന്താണ്, റൈറ്റ് സൈഡ് ആയിരുന്നു അല്ലേ, നിങ്ങളുടെ സ്ക്രീനിന്റെ റൈറ്റ് സൈഡ് ആയിരുന്നു. ഇപ്പൊ എങ്ങോട്ടേക്ക് മാറ്റിയത്, ലെഫ്റ്റ് സൈഡിലോട്ട് മാറ്റി. വലിയൊരു കാര്യമാണ് അവർ ചെയ്തിരിക്കുന്നത്. അതായത് എന്തായി പറയുന്നത്, നമുക്ക് നോർമലി കംഫോർട്ട് എന്തായിരുന്നു, ഇപ്പുറത്തെ സൈഡ്. നമ്മൾ ക്വസ്റ്റ്യൻ എഴുതി അറ്റൻഡ് ചെയ്തോ എന്ന് അറിയുന്നത് ഇപ്പുറത്തെ സൈഡ് ആണെങ്കിൽ കുറച്ചും കൂടെ കൺവേ ആയിരുന്നു. ഇപ്പൊ എന്താണ്, അത് ഇങ്ങോട്ടേക്ക് മാറ്റി. അവർക്ക് എന്തെങ്കിലും മാറണമല്ലോ, അതായത് എന്തെങ്കിലും ഒരു വെണ്ടർ ചേഞ്ച് എന്ന് പറയുമ്പോൾ അവർ എന്താണ് മാറ്റിയതെന്ന് കാണിക്കണമെന്നുള്ളത് കൊണ്ട് തന്നെ ഇപ്പുറത്ത് കിടന്ന സാധനത്തിനെ എടുത്ത് ഇപ്പുറത്താക്കി. എല്ലാം ഉള്ളതായിരുന്നു പാർട്ട് എ, പാർട്ട് ബി, പാർട്ട് സി, പാർട്ട് ഡി. ജനറൽ ഇംഗ്ലീഷ് ആണ് പാർട്ട് എ വരുന്നത്. പാർട്ട് ബി കാണിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി അടുത്ത പാർട്ടിലേക്ക് പോകും. പാർട്ട് സി, പാർട്ട് ഡി കേട്ടോ. നോർമലി അങ്ങനെയാണ് വരുന്നത്. പിന്നെ ഇവിടെ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി കാണിക്കും എത്ര ആൻസേഴ്സ്. അതായത് പാർട്ട് എ അനാലിസ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും. പാർട്ട് സി എന്താണ് വരുന്നത്, ജനറൽ നോളജ് ആണ് വരുന്നത്. അതിൽ എത്ര ക്വസ്റ്റ്യൻസ് നിങ്ങൾ ആൻസർ ചെയ്തു, എത്ര എണ്ണം ആൻസർ ചെയ്തില്ല എന്ന് കൃത്യമായിട്ട് അറിയാൻ പറ്റും. അങ്ങനെ ഒരു സംഭവം ഇപ്പൊ എന്ത് ചെയ്തിട്ടുണ്ട്, അവർ കൃത്യമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ, കൃത്യമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഇവിടെ വരുന്ന ഒരു മെയിൻ കാര്യം ഇതേ കണ്ടോ, ഈ സാധനം ഇവിടെ കാണുന്നുണ്ടോ നിങ്ങൾ, മാർക്ക് ഫോർ റിവ്യൂ സേവ് ആൻഡ് നെക്സ്റ്റ്. ഇപ്പുറത്ത് കിടന്ന സാധനത്തിനെ ഇപ്പുറത്തോട്ടും ആക്കി, താഴെ കിടന്ന സാധനത്തിന് മുകളിലോട്ടും ആക്കി. അതായത് ഈ മാർക്ക് ഫോർ റിവ്യൂവും സേവ് ആൻഡ് നെക്സ്റ്റും എവിടെയായിരുന്നു വരേണ്ടത്, താഴെയല്ലേ വരേണ്ടത്. മാർക്ക് ഫോർ റിവ്യൂവും സേവ് ആൻഡ് നെക്സ്റ്റ് ശരിക്കും എല്ലാ ഓപ്ഷൻസും നമ്മൾ അറ്റൻഡ് ചെയ്തു. ഇപ്പൊ വിച്ച് പ്ലാനറ്റ് ഈസ് നോൺ ആസ് ദ റെഡ് പ്ലാനറ്റ്, റെഡ് പ്ലാനറ്റ് എന്ന് ചോദിച്ചു, ഏതാണ്, മാഴ്സ് ആണ്. നിങ്ങൾ കറക്റ്റ് ആൻസർ കൊടുക്കുന്നു. ഇവിടെ ആയിരുന്നു സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുത്താലേ നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തു എന്ന് അറിയാൻ പറ്റുള്ളൂ. സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുകയാണ്. ഓക്കെ, സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുകയാണ്. ഓക്കെ, സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുത്താൽ മാത്രമേ നിങ്ങളുടെ ആൻസേഴ്സ് കംപ്ലീറ്റ് ആവൂ എന്ന് പറയാൻ പറ്റുള്ളൂ. അത് ചെയ്യുക. അപ്പോഴേ നിങ്ങൾക്ക് ഇവിടെ എന്ത് കത്തുള്ളൂ, പച്ച കത്തുള്ളൂ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ അറ്റൻഡ് ചെയ്തു എങ്കിൽ മാത്രമേ, ആൻസർ ചെയ്തു എങ്കിൽ മാത്രം അത് സേവ് ആൻഡ് നെക്സ്റ്റ് ആയാൽ മാത്രമേ പച്ച കത്തുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ കത്തും, നിങ്ങൾക്ക് ഒരു നീല കളറിൽ തന്നെ എന്ത് ചെയ്യും, നിങ്ങളുടെ ആ ഒരു ഓപ്ഷൻസ് കിടക്കും എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കിക്കോളൂ കേട്ടോ. അപ്പൊ നോർമലി അവരിപ്പോ ചെയ്തിരിക്കുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു തെറ്റെന്ന് പറഞ്ഞാൽ എന്താണ്, ഇപ്പുറത്ത് കിടന്ന സാധനത്തിനെ എങ്ങോട്ടേക്ക് മാറ്റി, ഇപ്പുറത്തേക്ക് മാറ്റി, താഴെ കിടന്ന സാധനത്തിനെ മുകളിലോട്ട് മാറ്റി. അതായത് പ്രീവിയസ്, മാർക്ക് ഫോർ റിവ്യൂ, സേവ് ആൻഡ് നെക്സ്റ്റ്. ഇപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യനിൽ ഡൗട്ട് ഉണ്ട്, 14 ആണോ 19 ആണോ എന്ന് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് ചെയ്തിട്ട് മാർക്ക് ഫോർ റിവ്യൂ കൊടുത്താൽ എന്ത് സംഭവിക്കും, അത് മഞ്ഞ കത്തി കിടക്കും. അതായത് നിങ്ങൾക്ക് ഡൗട്ട് ആണ്, രണ്ട് ഓപ്ഷൻ തമ്മിൽ ഡൗട്ട് വന്നപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു, അത് മാർക്ക് ഫോർ റിവ്യൂ കൊടുത്തെങ്കിൽ അത് എന്ത് ചെയ്യുക, നോർമലി ആ ഒരു ഓപ്ഷൻ എന്ത് ചെയ്യുക, അവിടെ മഞ്ഞ കത്തി കിടക്കും. പിന്നെ വന്നിട്ട് നിങ്ങൾക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. ഇപ്പൊ അവരെന്തായാലും ചെയ്തു വെച്ചിരിക്കുന്ന സാധനം കണ്ടോ, ഇവിടെ കണ്ടോ മഞ്ഞ കത്തിയത് കണ്ടോ. അങ്ങനെ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാനായിട്ട് പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ ഇവിടെ എന്ത് ചെയ്യാണ്, സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുത്ത് മാറുന്നു. എല്ലാം അങ്ങനെ തന്നെയാണ്, സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുത്ത് പോവുക. ലാസ്റ്റ് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, സേവ് ആവും.
ഓക്കെ, ഇങ്ങനെയാണ് വരുന്നത്. വലിയ പ്രോസസ് ചേഞ്ച് ഒന്നും അല്ല വന്നിരിക്കുന്നത്. ഈ ഒരു ഇന്റർഫേസിൽ വന്ന ചേഞ്ച് കണ്ടോ. നോർമലി മുന്നേയൊക്കെ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിരുന്നു, ഇപ്പുറത്തെ സൈഡ് ആയിരുന്നു എല്ലാം, നമുക്ക് കുറച്ചൊന്ന് ശീലമായ കാര്യങ്ങളുണ്ട് അല്ലെ, ശീലമായ കാര്യങ്ങളുണ്ട്. ഫസ്റ്റ് ഇന്ത്യൻ ഇൻ സ്പേസ്, ഈ ക്വസ്റ്റ്യൻ എനിക്ക് അറിഞ്ഞൂടാന്നുണ്ടെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, സേവ് ആൻഡ് നെക്സ്റ്റ്. അപ്പൊ അതെന്ത് ചെയ്യും, ചുവപ്പ് കത്തിയെ കിടക്കത്തുള്ളൂ. എന്താണ്, ചുവപ്പ് കത്തിയെ കിടക്കത്തുള്ളൂ എന്ന് എന്ത് ചെയ്യുക, മനസ്സിലാക്കിക്കോളൂ. അങ്ങനെ നിങ്ങൾക്ക് ഓരോന്നും കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അറിയാൻ പറ്റും. ഇപ്പുറത്ത് തന്നെ അറിയാനായിട്ട് പറ്റും കേട്ടോ. ഇപ്പുറത്ത് തന്നെ, ഇതിപ്പോ ഇല്ലാന്നുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി ക്ലോസ് ആവും, ഇത് തുറക്കുമ്പോൾ വീണ്ടും ഇങ്ങ് വരും. ഓക്കെ, അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് മുന്നേ അറിയുന്ന കാര്യങ്ങളാണ്, അത് അങ്ങനെ തന്നെ മനസ്സിലാക്കിക്കോളുക. പിന്നെ അവർ ചേഞ്ച് ചെയ്ത കാര്യത്തിന് അവർക്ക് എടുത്തു കാണിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു മോക്ക് ടെസ്റ്റ് പ്രാക്ടീസ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ ക്വസ്റ്റ്യൻസ് ഒന്നും നിങ്ങൾ ബോദർ ചെയ്യേണ്ട ആവശ്യമേ ഇല്ല, കാരണം ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ ബേസിക് ആയിട്ടുള്ള ലോക്കൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇട്ടിരുന്നത്. കാരണം എല്ലാ പേർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതുകൊണ്ട് ക്വസ്റ്റ്യൻസ് നിങ്ങൾ നോക്കണമെന്നില്ല, ആ ഇന്റർഫേസ് ചേഞ്ച് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. പിന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ്, നിങ്ങൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ മോക്ക് ടെസ്റ്റുകളൊക്കെ എടുക്കുന്ന ആൾക്കാരാണ്. അപ്പൊ നിങ്ങൾ ഇത്രയും നാളും ചെയ്തു വരുന്ന, അതായത് സിസ്റ്റത്തിൽ ചെയ്തു വരുന്ന ഒരു രീതിയിൽ നിന്നൊരു വ്യത്യാസമുണ്ട്. അത് മാത്രം നിങ്ങളൊന്ന് എന്ത് ചെയ്താൽ മതി, ശ്രദ്ധിച്ചാൽ മതി. എന്തായാലും അങ്ങനത്തെ മോക്ക് ടെസ്റ്റുകൾ ഇനി അവൈലബിൾ ആക്കാനായിട്ട് നല്ല പാടായിരിക്കും. എന്തായാലും ഇനിയിപ്പോ സെലക്ഷൻ പോസ്റ്റ് വരാനായിട്ട് പോവുകയാണ്, സ്റ്റെനോഗ്രാഫർ വരികയാണ്, CGL വരെയാണ്. അങ്ങനെ എക്സാംസുകൾ വരുമ്പോൾ ചിലപ്പോൾ എഡ്യൂക്കേറ്റ് എന്തായാലും അവരുടെ ഈ ഒരു മോക്ക് ടെസ്റ്റ് റിലീസ് ചെയ്തതുകൊണ്ട് തന്നെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് എന്തായാലും എക്സാംസ് കണ്ടക്ട് ചെയ്യാൻ പോകുന്നത് എഡ്യൂക്യൂറ്റി തന്നെയാണ്. TCS മാറിയിട്ടുണ്ട്, എഡ്യൂക്യൂറ്റി ആണ് നടത്തുന്നത്. അതുകൊണ്ട് നമുക്ക് ഇനി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഫാസ്റ്റ് അപ്പ് ചെയ്യുക, കാര്യങ്ങൾ എന്ത് ചെയ്യുക, സ്പീഡായിട്ട് ചെയ്യാനായിട്ട് നോക്കുക. ഇതാണ് പാറ്റേൺ എന്ന് ഓൾറെഡി മനസ്സിൽ ഉറപ്പിച്ചു വെച്ചിട്ട് എക്സാം എഴുതാൻ പോവുക. അല്ലാണ്ട് നിങ്ങൾ പഠിക്കുന്നതിലൊന്നും ഒരു തിരുത്തും വരുത്തേണ്ട കാര്യമില്ല. അതൊക്കെ നിങ്ങൾ എങ്ങനെയാണോ പഠിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ തന്നെ ചെയ്താൽ മതി കേട്ടോ. അപ്പൊ ഇത്ര കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ആ ഒരു ചേഞ്ച് കൃത്യമായിട്ട് നിങ്ങൾ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് കേട്ടോ. പിന്നെ ഇവിടെ എടുത്ത് കൊടുത്തിട്ടുണ്ട്, ഇനി എത്ര സമയമാണ് നിങ്ങൾക്ക് മിച്ചം, ലാസ്റ്റ് 10 minutes ആണ്, എത്ര ക്വസ്റ്റ്യൻസ്. പിന്നെ ഇവിടെ ഒരു പോസിറ്റിവിറ്റി എന്ന് പറയാനായിട്ട് ഇത് ഇവിടെ കണ്ടോ, നിങ്ങൾ എത്ര ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തെന്ന് ഇവിടെ തന്നെ കാണിക്കും. ഞാൻ 2 ക്വസ്റ്റ്യനെ അറ്റൻഡ് ചെയ്തോളൂ, അതുകൊണ്ട് എന്ത് ചെയ്യും, 2 കാണിക്കും. അപ്പൊ നിങ്ങൾക്ക് 100 ക്വസ്റ്റ്യൻ ഉള്ളെങ്കിൽ എത്ര എണ്ണം അറ്റൻഡ് ചെയ്തു, അതായത് ഇപ്പം നമുക്കൊരു മൈൻഡിൽ ഒരു കാൽക്കുലേഷൻ കാണത്തില്ലേ, അതായത് ഞാൻ എക്സാമിന് പോകുമ്പോൾ ഒരു 60 അല്ലെങ്കിൽ 70 ക്വസ്റ്റ്യൻ എങ്കിലും എനിക്ക് മിനിമം അറ്റൻഡ് ചെയ്യണം എന്ന് വിചാരിച്ച് പോണ ഒരാൾക്ക് ഇതൊരു നല്ലൊരു കാര്യമാണ്. എത്ര ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തെന്ന് പിന്നെ ബാക്ക് പോയി ചെക്ക് ചെയ്യാണ്ട് നോർമലി ഇവിടെ എടുത്ത് അറിയാനായിട്ട് പറ്റും. ലാസ്റ്റ് 10 minutes അതുപോലെ ടൈം ഇവിടെ എന്ത് ചെയ്യും, കാണിക്കും, എടുത്ത് കാണിച്ചുകൊണ്ടിരിക്കും. എത്ര മണിക്കൂറുണ്ടോ, 1 മണിക്കൂറാണെങ്കിൽ ബാക്കി 10 മിനിറ്റ് ഇനി മുന്നിലുള്ളൂ എന്നെടുത്ത് കാണിക്കുന്ന രീതിയിലുള്ള ഒരു സംഭവം അവർ എന്ത് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ലാംഗ്വേജ് ഇവിടെ എന്താണ്, നമ്മൾ ഇംഗ്ലീഷ് ആണ് കൊടുത്തിരുന്നത്, ആ ഒരു രീതിയിൽ തന്നെ എന്ത് ചെയ്യും, ലാംഗ്വേജ് പോകും. ബാക്കി എല്ലാം സെയിം പ്രൊസീജിയേഴ്സ് ആണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് സൂം ചെയ്യണോ, സൂം ഇൻ ചെയ്യണോ, സൂം ഔട്ട് ചെയ്യണോ എന്നൊക്കെയുള്ള പ്രോസസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു ഇന്റർഫേസ് ചേഞ്ച് മനസ്സിലാക്കുക. നിങ്ങൾ ഇനിയിപ്പോൾ മോക്ക് ടെസ്റ്റ് ചെയ്താലും മോക്ക് ടെസ്റ്റിലൊക്കെ പഴയ പാറ്റേൺ, TCSന്റെ പാറ്റേൺ ആയിരിക്കും. അതൊന്നും നിങ്ങൾ വിഷയമായിട്ട് കാണണ്ട. നിങ്ങൾ ഈ പഠിച്ച ഒരു പാറ്റേണിൽ തന്നെ എന്ത് ചെയ്യുക, മുന്നോട്ട് പോവുക. പിന്നെ ആ ഒരു ചേഞ്ച് നിങ്ങൾ കൃത്യമായിട്ട് അറിയണം. നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു സമയം ലാഗ് ഉണ്ടായിരിക്കും. നോർമലി നിങ്ങൾ ഇത്ര നാൾ മോക്ക് ടെസ്റ്റ് ചെയ്ത് നിങ്ങളെ ശീലം എന്ന് പറഞ്ഞാൽ അടുത്ത് വന്ന് സേവ് ആൻഡ് നെക്സ്റ്റ് ഇവിടെ കൊടുക്കാനായിരിക്കും നിങ്ങളുടെ മൗസിന്റെ ആ ഒരു പോയിന്റ് പോകുന്നത്. പക്ഷെ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യണം, അത് ശ്രദ്ധിക്കണം, കെയർഫുൾ ആയിരിക്കണം, ഇവിടെയാണ് വരേണ്ടത്, സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കണം എന്നുള്ളൊരു കാര്യം നിങ്ങളുടെ മൈൻഡിൽ ആ ഒരു കോൺഷ്യസ്നസ് നിങ്ങൾ എന്ത് ചെയ്യുക, ഉണ്ടാക്കി എടുക്കണമെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. വലിയൊരു മാറ്റം അല്ലെങ്കിൽ പോലും ആ ഒരു മാറ്റം നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, റിയലൈസ് ചെയ്യാനായിട്ട് നോക്കുക. എക്സാമിന് എന്തെങ്കിലും പാറ്റേൺ വ്യത്യാസമുണ്ടോ ഇനി വരുന്ന സെലക്ഷൻ പോസ്റ്റിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അറിയാൻ പറ്റുള്ളൂ. എന്തായാലും സെലക്ഷൻ പോസ്റ്റിൽ TCS ആയിരിക്കും, പുതിയ TCS മാറിയതുകൊണ്ട് തന്നെ ഇവരുടെ എക്സാംസ് ആയിരിക്കും വരാൻ പോകുന്നത്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കാം. എഡ്യൂക്യൂറ്റി അത്ര നല്ല എന്താണ് ഒരു കമ്പനി അല്ല എങ്കിൽ പോലും അവരെന്ത് ചെയ്യുന്നു, ഒരു ചാൻസ് കൊടുക്കുകയാണ്. TCS ഒരുപാട് തെറ്റ് ചെയ്തു എന്നുള്ള രീതിയിൽ തന്നെ എഡ്യൂക്യൂറ്റിന് കൈമാറുമ്പോൾ അവരും എന്ത് ചെയ്യും, മിസ്റ്റേക്സ് ചെയ്തിട്ടില്ല. എല്ലാവരും മനുഷ്യരാണ്, എല്ലാവരും എന്താണ് ഒരു കമ്പനിയിൽ ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്നതാണ്. എല്ലാവർക്കും മിസ്റ്റേക്സ് പറ്റാം, നമുക്ക് നോക്കാം. ഓക്കെ, എഡ്യൂക്കേറ്റ് അങ്ങനെ ഒരു ഓപ്ഷൻസ് നമുക്ക് തരുമ്പോൾ നമുക്ക് എന്തായാലും ചെക്ക് ചെയ്ത് നോക്കാം. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.